കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പുതിയ ഡ്രൈ ഡോക്കാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത 3 പദ്ധതികളിലൊന്ന്. ഏതാണ്ട് 1800 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ ഡ്രൈ ഡോക്ക് നിർമ്മിച്ചത്. നിരവധി സവിശേഷതകളുള്ള ആധുനിക സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ അടക്കമുള്ള ഡ്രൈ ഡോക്കാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. ഇതോടൊപ്പമാണ് മറ്റ് 2 പദ്ധതികൾ കൂടി, ഇതേ നിലയ്ക്ക് പ്രാധാന്യമുള്ള 2 പദ്ധതികൾ കൂടി പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. 970 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം കൂടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ 2 പദ്ധതിയും ഈ മാരിടൈം മേഖലയിൽ ആ നിലയ്ക്ക് കൊച്ചിയെ അടയാളപ്പെടുത്തും, ഒപ്പം തന്നെ അതുവഴി രാജ്യത്തെ അടയാളപ്പെടുത്തും, രാജ്യത്തിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. ആ നിലയ്ക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിനും വളരെ പ്രാധാന്യമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ നിന്നുള്ള സേവനങ്ങൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലേക്ക് എത്തുന്നതിനൊപ്പം രാജ്യത്തിന് പുറത്തേക്ക് കൂടി ഇവിടെ നിന്നുള്ള സേവനങ്ങൾ എത്തിക്കാനാകും. ആ നിലയ്ക്ക് കൊച്ചി ഒരു അന്താരാഷ്ട്ര മാരിടൈം ഹബ്ബായി മാറും എന്നാണ് മോദി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. ഇതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയും പറഞ്ഞത് കേരളത്തിന് അഭിമാനിക്കാവുന്ന പദ്ധതിയാണ് ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞത്. മേക്ക് ഇൻ ഇന്ത്യക്ക് മെയ്ഡ് ഇൻ കേരള സഹായകരമാകുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും 2 പദ്ധതികൾ, 3 പദ്ധതികൾ, ഏതാണ്ട് 4000-ലധികം കോടി രൂപ ചെലവ് വന്ന 3 പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇമ്പോർട്ടിംഗ് കേന്ദ്രമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ആ നിലയ്ക്ക് അതും വലിയ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. കാരണം ദക്ഷിണേന്ത്യയിലെ തന്നെ LPG ഇന്ധന ആവശ്യത്തിന് ഈ ടെർമിനൽ, ഈ LPG ഇമ്പോർട്ടിംഗ് ടെർമിനൽ സഹായകമാകും എന്നാണ് പറഞ്ഞത്. ആ നിലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള 3 പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചത്. എന്തായാലും മറ്റ് മേഖലകളിലേക്ക് കൂടി ഈ സേവനങ്ങൾ, കൊച്ചിയുടെ സാധ്യതകൾ വലുതാവുന്നു. ആ നിലയ്ക്ക് വലിയ പ്രാധാന്യം ഈ 3 പദ്ധതികൾക്കുമുണ്ട് എന്നാണ് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഈ ചടങ്ങിൽ സംസാരിച്ചത്. ഈ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോണോവാൾ, മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഹൈബി ഈഡൻ MP, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി V മുരളീധരൻ, മറ്റ് കേന്ദ്രമന്ത്രിമാർ കൂടി ഈ ചടങ്ങിൽ പങ്കെടുത്തു. വലിയ ചടങ്ങായ തന്നെയാണ് ഈ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത്. ഏതാണ്ട് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഗുരുവായൂരിലെ 3 പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. 3 പദ്ധതികളുടെ വിശദാംശങ്ങളാണ് ഷബീർ ഒമർ കൊച്ചിയിൽ നിന്ന് നൽകിയത്.